Good morning students, welcome to this video. Next, ഒരു N channel JFET ന്റെ വർക്കിംഗ്. ഓക്കെ, നമുക്കറിയാം ഒരു JFET-ന് അതായത് ജംഗ്ഷൻ FET-ക്ക് FET-യുടെ ഫുൾ ഫോം ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ അതിന് 3 ടെർമിനലാണുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ടെർമിനൽ ഡ്രെയിൻ. ഡ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ നിക്കലിന്റെ ആണ്, BJT-യുടെ കളക്ടർ നിക്കലിന്റെ ആണ്. അടുത്തത് സോഴ്സ്. സോഴ്സ് BJT-യുടെ എമിറ്ററിന് ഇക്വലന്റ് ആണ്. അടുത്തത് ഗേറ്റ്. ഗേറ്റ് BJT-യുടെ ബേസിന് തുല്യമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം N channel JFET എന്ന് പറഞ്ഞാൽ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 P ടൈപ്പ് സെമി കണ്ടക്ടർ. 2 P ടൈപ്പ് സെമി കണ്ടക്ടറിനിടയിൽ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നതാണ് N channel JFET. ഈ N ടൈപ്പ് സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേര് ചാനൽ എന്നാണ്. ചാനൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഈ 2 P ടൈപ്പ് മെറ്റീരിയലും തമ്മിൽ ഇന്റേണൽ കണക്ഷൻ ഉണ്ട്. അതിൽ ഒരു P ടൈപ്പ് മെറ്റീരിയൽ നിന്നാണ് ഗേറ്റിന്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത്, ഗേറ്റ് ടെർമിനൽ എടുത്തിരിക്കുന്നത്. ഇത് ഡ്രെയിൻ, ഇത് സോഴ്സ്. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഞാനത് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്ക്, ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഡ്രെയിനുമായിട്ടും നെഗറ്റീവ് ടെർമിനൽ സോഴ്സുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഡ്രെയിനുമായിട്ടും ഓക്കെ നെഗറ്റീവ് ടെർമിനൽ സോഴ്സുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഡ്രെയിനുമായിട്ടും നെഗറ്റീവ് ടെർമിനൽ സോഴ്സുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഡ്രെയിൻ ഈസ് മോർ പോസിറ്റീവ് ദാൻ സോഴ്സ്. നിങ്ങൾ ഈ BJT പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെ കണക്ട് ചെയ്യുന്ന ബാറ്ററിയെ VCC എന്നാണ് സൂചിപ്പിക്കുന്നത്. VCC. പക്ഷേ അത് FET-യുടെ കേസിൽ വരുമ്പോൾ VCC എന്നല്ല നമ്മൾ എഴുതുന്നത്. സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന VDD എന്നാണ്. അപ്പോൾ ഡ്രെയിൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, സോഴ്സ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാറ്ററിയെ FET-യുടെ കേസിൽ റെപ്രസെന്റ് ചെയ്യുന്ന VDD കൊണ്ടാണ്, BJT-യുടെ കേസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് VCC കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡ്രെയിൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഡ്രെയിൻ ഈസ് മോർ പോസിറ്റീവ് ദാൻ സോഴ്സ്. ഡ്രെയിൻ സോഴ്സിനെ അപേക്ഷിച്ച് കൂടുതൽ പോസിറ്റീവ് ആണ്. ഓക്കെ, drain terminal more positive than source terminal because positive terminal of battery is connected to drain and negative terminal of battery is connected to source. Okay, ഇനി ഇവിടെ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മജോറിറ്റി കാരിയേഴ്സ്, ഇവിടെ മജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോൺസ് ഈ ചാനൽ വഴി ഫ്ലോ ചെയ്യും. ഓക്കെ, when voltage is applied, battery voltage apply ചെയ്യുമ്പോൾ majority carriers in this channel. അപ്പോൾ N ടൈപ്പ് സെമി കണ്ടക്ടറിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഇതാണ് ചാനൽ എന്ന് പറയുന്നത്, ചാനൽ. ഓക്കെ, അപ്പോൾ അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് എപ്പോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, when voltage is applied, majority carriers in the bar, അതായത് in the ചാനലിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു. ഇലക്ട്രോൺസ് സോഴ്സിൽ നിന്നാണ് ചാനലിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ഡ്രെയിനിൽ നിന്നാണ് ഇലക്ട്രോൺസ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസ് ചാനലിലേക്ക് എൻ്റർ ചെയ്യും, ഡ്രെയിനിൽ നിന്ന് ആ ഇലക്ട്രോൺസ് ലീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ
ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ഓക്കെ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെ വിളിക്കുന്ന പേര് ഡ്രെയിൻ കറണ്ട് എന്നാണ്. ഡ്രെയിൻ കറണ്ട്, ഡ്രെയിൻ കറണ്ട്. ആ ഡ്രെയിൻ കറണ്ടിന്റെ സിമ്പല് ID എന്നാണ്. ID, ശ്രദ്ധിക്കുക, ID. ഇത് നമ്മൾ പഠിച്ച BJTയിലെ കളക്ടർ കറണ്ടിന് സമാനമാണ്, ഐസിക്ക് സമാനമാണ്. അപ്പോൾ ഇവിടെ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ചാനൽ വഴി മെജോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇലക്ട്രോണിന്റെ ഫ്ലോ മൂലം അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. നമുക്കറിയാം, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെ വിളിക്കുന്ന പേര് ഡ്രെയിൻ കറണ്ട് എന്നാണ്. ഡ്രെയിൻ കറണ്ടിന്റെ സിമ്പല് ID. ഓക്കെ, അപ്പോൾ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ചാനൽ വഴി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ആ ഇലക്ട്രോൺസിന്റെ ഫ്ലോ മൂലം അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെ വിളിക്കുന്ന പേര് ഡ്രെയിൻ കറണ്ട് എന്നാണ്. അതിന്റെ സിമ്പല് ID. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ആ കറണ്ടിന്റെ പേര് ഡ്രെയിൻ കറണ്ട് എന്നാണ്. ഓക്കെ, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് മേക്ക് ഡ്രെയിൻ കറണ്ട് ID. ഓക്കെ, ഇനി ഈ ചാനൽ വഴി കറണ്ട് ഒഴുകുമ്പോൾ, ഡ്രെയിൻ കറണ്ട് ഒഴുകുമ്പോൾ, ചാനൽ വഴി ഒഴുകുന്ന കറണ്ട് ഏതാണ്? ഡ്രെയിൻ കറണ്ട് ആണ്. ഓക്കെ, അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ചാനൽ വഴി ഡ്രെയിൻ കറണ്ട് ഒഴുകുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ഈ ഗേറ്റിനും ചാനലിനും ഇടയ്ക്കുള്ള PN ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യും. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ചാനൽ വഴി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ചാനൽ വഴി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഡ്രെയിൻ കറണ്ട് ഉണ്ടാവും. ആ ഡ്രെയിൻ കറണ്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഡ്രെയിൻ കറണ്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം അവിടെ എങ്ങനെയാ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത്. കറണ്ട് ഒരു റെസിസ്റ്റൻസ് വഴി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഇവിടെ ഡ്രെയിൻ കറണ്ട് ഈ ചാനൽ വഴി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, it produces anomic voltage drop across its length which reverse biases PN junction between gate and channel. അപ്പോൾ ഡ്രെയിൻ കറണ്ട് ഒഴുകുന്നു, അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നു. ആ വോൾട്ടേജ് ഡ്രോപ്പ് ഗേറ്റിനും ചാനലിനും ഇടയ്ക്കുള്ള ഈ PN ജംഗ്ഷനെ എന്തോ ചെയ്യും? റിവേഴ്സ് ബയസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഗേറ്റ് എടുത്തിരിക്കുന്നത് P ടൈപ്പ് മെറ്റീരിയലാണ്. ചാനൽ എന്ന് പറയുന്നത് N ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ട്. ഈ PN ജംഗ്ഷനെ ഇവിടെ ഉണ്ടായ വോൾട്ടേജ് ഡ്രോപ്പ് എന്തോ ചെയ്യും? റിവേഴ്സ് ബയസ് ചെയ്യും. ഓക്കെ, ഈ റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത് ഈ ഡ്രെയിനിന്റെ സൈഡിലായിരിക്കും കൂടുതൽ. സോഴ്സിന്റെ സൈഡിനേക്കാൾ കൂടുതൽ ആ റിവേഴ്സ് ബയസ് ഡ്രെയിനിന്റെ ഭാഗത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഡ്രെയിൻ കറണ്ട് ഒഴുകുന്നത് മൂലം അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നു. ആ വോൾട്ടേജ് ഡ്രോപ്പ് ഗേറ്റിനും ചാനലിനും ഇടയ്ക്കുള്ള ഈ PN ജംഗ്ഷനെ എന്തോ ചെയ്യുന്നു? റിവേഴ്സ് ബയസ് ചെയ്യുന്നു. ആ റിവേഴ്സ് ബയസ് കൂടുതൽ ഡ്രെയിനിന്റെ സൈഡിലാണ്, സോഴ്സിന്റെ സൈഡിലല്ല. സോഴ്സിന്റെ സൈഡിനേക്കാൾ കൂടുതൽ റിവേഴ്സ് ബയസ് ഡ്രെയിനിന്റെ സൈഡിലാണ്. അപ്പോൾ അതുമൂലം ഇവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നു. ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തു. ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടുതൽ ഡ്രെയിനിന്റെ സൈഡിലാണോ സോഴ്സിന്റെ സൈഡിലാണോ? ഡ്രെയിനിന്റെ സൈഡിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് ഇത്രയുണ്ട്. പക്ഷേ സോഴ്സിന്റെ സൈഡിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ the width of depletion region developed is more at drain end of channel. അപ്പോൾ ഡ്രെയിനിന്റെ സൈഡിലുള്ള ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടുതലാണ്, ഇത്രയുണ്ട്. പക്ഷെ സോഴ്സിന്റെ സൈഡിലുള്ള വിഡ്ത് കുറവാണ്. ഓക്കെ,
അതിന്റെ ഫലമായിട്ട് ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതൽ ഡ്രെയിന്റെ സൈഡിലാണ്. അതുകൊണ്ട് ഈ ഡ്രെയിന്റെ സൈഡിൽ ഈ ചാനല് നാരോയാണ്, വീതി കുറവാണ്. ഓക്കെ, കാരണം ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് ഡ്രെയിന്റെ സൈഡിൽ കൂടുതലാണ്. ഡ്രെയിന്റെ സൈഡിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് അത് ഈ ഭാഗത്ത് ചാനല് നാരവായി മാറി, ഇടുങ്ങിയതായി മാറി. കണ്ടോ, സോഴ്സിന്റെ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട്, പക്ഷേ ഈ ഡ്രെയിന്റെ സൈഡിലേക്ക് ചെന്നപ്പോൾ ആ ചാനൽ അവിടെ നാരവായി പോയി. കാരണം ഈ ഡിപ്ലീഷൻ ലെയർ മൂലം ചാനൽ ഇടുങ്ങിയതായി മാറി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇതുവരെ പറഞ്ഞത്, നമ്മൾ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ചാനലിൽ കൂടെ മെജോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡ്രെയിൻ കറണ്ട് ഉണ്ടാവും, അത് ഐഡിയാണ്. ആ ഡ്രെയിൻ കറണ്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ദാണ്ടെ ഈ ഗേറ്റിനും ചാനലിനും ഇടയ്ക്കുള്ള പി എൻ ജംഗ്ഷനെ, ദാണ്ടെ ഈ പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യും. റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ അവിടെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും, ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞായിരുന്നു. ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഡ്രെയിന്റെ സൈഡിൽ കൂടുതലാണ്. സോഴ്സിനെ അപേക്ഷിച്ച് ഡ്രെയിന്റെ സൈഡിൽ വിഡ്ത്ത് ഇത്രയും കൂടുതലാണ്. കണ്ടോ, ഇത്രയും വിഡ്ത്ത് ഉണ്ട് ഡ്രെയിന്റെ സൈഡിൽ. സോഴ്സിന്റെ സൈഡിൽ വിഡ്ത്ത് കുറവാണ്, ഡ്രെയിന്റെ സൈഡിൽ വിഡ്ത്ത് കൂടുതലാണ്. സോഴ്സിന്റെ സൈഡിനെ അപേക്ഷിച്ച് ഡ്രെയിന്റെ സൈഡിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഡ്രെയിന്റെ സൈഡിൽ ചാനല് നാരോവർ ആണ്, ഇടുങ്ങിയതാണ്. കണ്ടോ, ഇത്രയും വിഡ്ത്തേ ഉള്ള ചാനൽ ഇവിടെ, ബാക്കിയെല്ലാം ഡിപ്ലീഷൻ ലെയറാണ്. അപ്പോൾ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് മൂലം ചാനല് ഡ്രെയിന്റെ സൈഡിൽ നാരോ ആയി മാറി. ഓക്കെ.